ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത്. മക്കൾക്ക് ഞാനിത് കൊടുക്കുന്നത് പാൻ കേക്ക് എന്ന പേര് പറഞ്ഞിട്ടാണ്. ഇതിന് കുറച്ച് തേങ്ങയും ബാക്കി ശർക്കര പാനിയും പിന്നെ ഒരു മാമ്പഴവുമാണ് വേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. 2 തവി ഗോതമ്പ് പൊടിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് മുട്ടയോ സോഡാപ്പൊടിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മാമ്പഴം നന്നായിട്ട് പഴുത്ത മാമ്പഴമാണ്. അത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ആ അരയ്ക്കുന്ന കൂട്ട് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ച് ഒരു നല്ല ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ചേർത്താണ് ഞാൻ ബാറ്റർ തയ്യാറാക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം. ആ പാല് മുഴുവൻ വേണ്ടി വരത്തില്ല. എപ്പോഴും നമ്മൾ ബനാന വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ്. ഇന്ന് മാമ്പഴം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പം ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. 3/4 കപ്പ് പാലേ എടുക്കേണ്ടി വന്നുള്ളൂ. കുറച്ചതിൽ ബാലൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് കട്ടി കൂടിയ ദോശകളാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് കുറച്ചും കൂടെ പരത്തി കുറച്ചും കൂടെ തിന്നാക്കി ഉണ്ടാക്കിയപ്പോൾ അതാണ് മൊരിയാൻ നല്ലതെന്ന് തോന്നി. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വന്നായിരുന്നു. ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വേഗം തണുക്കാൻ വേണ്ടി ഫാൻ ഇട്ടിട്ട് അതിൻ്റെ കീഴിൽ വെച്ചതാണ്. അപ്പോഴാണ് മോൻ ഓടി വന്ന് അതെടുക്കാൻ തുടങ്ങുന്നത്. പിന്നെ 2 പേരും കൂടെ ഡ്രസ്സ് പോലും മാറ്റാതെ കിച്ചണിലേക്ക് ഓടി വന്നിട്ടുണ്ട്. പിന്നെ വഴക്ക് പറഞ്ഞാണ് അവരെ ഒന്ന് കഴിക്കാനിരുത്തിയത്. ഇത് സംശയിച്ചാണ് ഉണ്ടാക്കിയതെങ്കിലും മക്കൾക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് പോലെ എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ പഠിക്കാനിരുത്തുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് 2 പേരെ ഒരു വിധത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അവരെ ചെന്ന് ഇരുന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.